ഹജ്ജ് നിർവഹിക്കേണ്ടത് മൂന്നിലൊരു രീതിയിലായിരിക്കണം. ഒന്നാമത്തെ രീതി, ഹജ്ജിൻ്റെ മാസങ്ങളിൽ, അതായത് ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ, ഈ ദിനങ്ങളിൽ മീഖാത്തിൽ നിന്ന് ഉംറ മാത്രം കരുതുക. നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് ഇഹ്റാമിൻ്റെ വസ്ത്രം അണിഞ്ഞിട്ടുണ്ട്. ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലുള്ള നമ്മൾ ജിദ്ദയിൽ വിമാനമിറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് കർണുൽ മനാസിൽ എന്ന മീഖാത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ലഭിച്ച വിമാനത്തിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്നോ അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ എന്നോ നിയ്യത്ത് വെക്കുക, ഉംറക്കായി നിയ്യത്ത് വെക്കുക. പിന്നീട് കഅബ മന്ദിരത്തിലെത്തി, മസ്ജിദുൽ ഹറമിലെത്തി ഉംറ നിർവഹിച്ച് മക്കയിൽ തന്നെ ഹജ്ജിൻ്റെ ദിനങ്ങൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടുക. ഉംറ നിർവഹിച്ച് നമുക്ക് തഹല്ലുലാകാവുന്നതാണ്. തഹല്ലുലാവുക എന്ന് വെച്ചാൽ പുരുഷന്മാർ അവരുടെ മുടി വെട്ടുകയോ മുഴുവനായി ഷേവ് ചെയ്ത് കളയുകയോ ചെയ്ത് ഇഹ്റാമിൻ്റെ വസ്ത്രം അഴിച്ചു വെച്ച് സാധാരണ വസ്ത്രത്തിലേക്ക് മാറുകയാണ് ചെയ്യുക. സ്ത്രീകളാണെങ്കിൽ ഉംറയുടെ തവാഫും സഅയും പൂർത്തിയായ ശേഷം റൂമിലെത്തി മുഴുവനായി മുടി പിടിച്ച ശേഷം ചൂണ്ടുവിരലിൻ്റെ പകുതി ഭാഗത്തിൻ്റെ അളവിൻ്റെ അത്ര മുടി മുറിച്ച് കളയുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അവർക്കും സാധാരണ വസ്ത്രത്തിലേക്ക് മാറാവുന്നതാണ്. പിന്നീട് ഹജ്ജിൻ്റെ ദിനരാത്രങ്ങൾ പ്രതീക്ഷിച്ച് മക്കയിൽ തന്നെ കഴിഞ്ഞുകൂടും. അതായത് ഹറമിലെത്തി ജമാഅത്ത് നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണത്തിലും ദിക്റുകളിലും സ്വലാത്തുകളിലുമൊക്കെയായി കഴിഞ്ഞുകൂടി അമലുസ്വാലിഹാത്തുകൾ നിർവഹിച്ചുകൊണ്ട് ദുൽഹിജ്ജ 8 വരെ കാത്തിരിക്കുക. ഇനി ദുൽഹിജ്ജ 8 ആകുമ്പോൾ യൗമുത്തർവിയയുടെ ദിവസത്തിൽ ഓരോരുത്തരും നേരത്തെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തതെങ്ങനെയാണോ ആ രൂപത്തിൽ കുളിച്ച് ശുദ്ധിയായി, പുരുഷന്മാർ വേണമെങ്കിൽ ശരീരത്തിൽ സുഗന്ധം പൂശി വസ്ത്രം മാറി ലബ്ബൈക ഹജ്ജ, അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജ എന്ന് പറഞ്ഞ് ഹജ്ജിൻ്റെ നിയ്യത്ത് വെക്കുക. ശേഷം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഉച്ചയ്ക്ക് മുമ്പായി മിനയിലേക്ക് പോകണം. തുടർന്നങ്ങോട്ട് ഇനി പറയാൻ പോകുന്ന സ്ഥലങ്ങളിലും സമയങ്ങളിലും ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ആദ്യം ഉംറയും പിന്നെ ഹജ്ജും ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് തമത്തുഅ. ഇങ്ങനെ നിർവഹിക്കുന്ന വ്യക്തിക്ക്, ഹാജിക്ക്, അയാൾക്ക് പറയുന്ന പേരാണ് മുതമത്തുഅ. ഇനി രണ്ടാമത്തെ രീതി, ഹജ്ജിൻ്റെ മാസങ്ങളിൽ ഉംറക്കും ഹജ്ജിനും മീഖാത്തിൽ നിന്ന് ഒരുമിച്ച് ഇഹ്റാം ചെയ്യുക. അല്ലെങ്കിൽ മീഖാത്തിൽ നിന്ന് ഉംറ മാത്രം കരുതിപ്പോന്നിട്ട് മക്കയിലെത്തി ഉംറയുടെ തവാഫ് തുടങ്ങുന്നതിൻ്റെ മുമ്പായി ഹജ്ജ് കൂടി ചെയ്യണമെന്ന് തോന്നിയതനുസരിച്ച് നിയ്യത്ത് മാറ്റുക. അങ്ങനെ ആ സമയത്ത് ഉംറയുടെ തവാഫും സഅയും മാത്രം നടത്തിയിട്ട് തഹല്ലുലാകാതെ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ ദുൽഹിജ്ജ 8 യൗമു തർവിയുടെ ആ ദിവസം വരെയും കാത്തിരിക്കുക. ആ ദിവസം എത്തുമ്പോൾ മിനയിലേക്ക് ഉച്ചയ്ക്ക് മുമ്പായി എത്തിച്ചേരുക. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പിന്നീട് അതാതിൻ്റെ സ്ഥലത്തും സമയത്തും നിർവഹിക്കുകയും ചെയ്യണം. ഈ രീതിക്ക് പറയുന്ന പേരാണ് ഖിറാൻ. ഇങ്ങനെ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഹാജിക്ക്, വ്യക്തിക്ക് പറയുന്ന പേരാണ് ഖാരിന്. മൂന്നാമത്തെ രീതി, ഉംറയുമായി ബന്ധപ്പെടുത്താതെ ഹജ്ജ് മാത്രം സ്വതന്ത്രമായി നിർവഹിക്കാൻ ദുൽഹിജ്ജ 8 അതിനു മുമ്പോ അവൻ്റെ മീഖാത്തുകളിൽ നിന്ന് ഇഹ്റാം ചെയ്ത് യൗമു തർവിയയിൽ മിനയിലെത്തുക. തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അതാതിൻ്റെ സ്ഥലത്തും സമയത്തും ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ ഈ രൂപത്തിൽ ഹജ്ജ് ചെയ്യുന്നതിന് സാങ്കേതികമായി പറയുന്ന പേരാണ് ഇഫ്രാദ്. ഇങ്ങനെ തീർത്ഥാടന കർമ്മങ്ങൾ നിർവഹിക്കുന്ന, ഹജ്ജ് നിർവഹിക്കുന്ന വ്യക്തിക്ക് മുഫ്രിദ് എന്നും പറയുന്നു. ഇപ്പോൾ നാം പറഞ്ഞ 3 രീതികളിൽ ഏതു വേണമെങ്കിലും ഒരു ഹാജിക്ക് തൻ്റെ സൗകര്യാർത്ഥം തിരഞ്ഞെടുക്കാം. എന്നാലും ദുൽഹിജ്ജ 8 ഉച്ചക്ക് മുമ്പോ പിമ്പോ
ഈ 3 വിഭാഗം ആളുകളും മിനയിൽ എത്തിച്ചേരണം. അന്ന് മുഴുവൻ അവിടെ കഴിച്ചു കൂട്ടുകയും വേണം. ഈ ദിവസങ്ങളിൽ നമസ്കാരങ്ങൾ ഓരോന്നും അതാതിൻ്റെ സമയത്ത് ചുരുക്കി, അതായത് ഖസ്റാക്കി 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്താക്കി നിർവഹിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് സംബന്ധിച്ച ഹദീസിൽ ഈ ദിവസം 2 നമസ്കാരം ഒന്നിച്ച് നമസ്കരിച്ചതായി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ നമസ്കാരവും അതതിൻ്റെ സമയത്ത് ചുരുക്കി ആദ്യം ബാങ്ക് കൊടുത്ത് പിന്നീട് ഇഖാമത്ത് കൊടുത്ത് നിർവഹിക്കുകയാണ് വേണ്ടത്. ളുഹർ, അസർ, ഇശാ തുടങ്ങിയ നമസ്കാരങ്ങളാണ് 2 റക്അത്ത് വീതമായി ചുരുക്കി നമസ്കരിക്കേണ്ടത്. ദുൽഹിജ്ജ 9 അറഫാ ദിനം. അന്ന് മിനാ ടെൻറ്റിൽ വെച്ച് സുബഹി നമസ്കാരം നിർവഹിച്ച് അന്ന് രാവിലെ സൂര്യോദയത്തിന് ശേഷം ഹാജിമാർ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അറഫയിലേക്ക് പുറപ്പെടണം. പ്രത്യേകം സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ബസ്സുകളിലാണ് പുറപ്പെടേണ്ടത്. മുത്തവഫുമാർ, മുഅല്ലിമുകൾ, അമീറുമാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ അനുസരിച്ച് മിനാ ടെൻറ്റിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങളും മുസ്ദലിഫയിൽ നമുക്ക് വിരിച്ച് കിടക്കാവുന്ന വിരിപ്പോ ചെറിയ രൂപത്തിലുള്ള പായയൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിൽ കരുതിയിട്ടാണ്, ഹാൻഡ് ബാഗും കൊണ്ടാണ് നമ്മൾ അറഫയിലേക്ക് പുറപ്പെടേണ്ടത്. സൗകര്യപ്പെട്ടാൽ നമിറയിൽ ഉച്ചവരെ കഴിച്ചുകൂട്ടൽ സുന്നത്താണ്. നമിറ പള്ളി എന്ന് പറയുന്നത് മുഴുവൻ അറഫയുടെ പരിധിക്കുള്ളിലല്ല, കുറച്ചു ഭാഗം അറഫയുടെ പരിധിക്ക് പുറത്തുണ്ട്. നമിറ പള്ളിയിൽ നിൽക്കുമ്പോൾ അറഫയിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യമുണ്ടാകണം. 2.5 ലക്ഷം ആളുകൾക്ക് ഒരേ സമയം നിന്ന് നമസ്കരിക്കുവാൻ പാകത്തിലുള്ള പള്ളിയാണ് നമിറ പള്ളി. നമിറ പള്ളിയിൽ ഉച്ചവരെ കഴിച്ചുകൂട്ടൽ സുന്നത്താണ്. എന്നിട്ട് അവിടെ നിന്ന് ളുഹറും അസറും ജമ്മും ഖസ്റുമായി നിർവഹിക്കണം. ആദ്യം ബാങ്ക് കൊടുത്ത് പിന്നീട് ഇഖാമത്ത് കൊടുത്ത് ളുഹർ 2 റക്അത്ത് നമസ്കരിച്ച ശേഷം ഇഖാമത്ത് മാത്രം കൊടുത്ത് അസർ 2 റക്അത്ത് നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇമാമിൻ്റെ ഒരു പ്രസംഗം അവിടെ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ലോക ഭാഷകളിലേക്ക് ഒരേ സമയം വിവർത്തനം ചെയ്യപ്പെടുന്ന ഇമാമിൻ്റെ അറഫ പ്രസംഗമാണ് അവിടെ വെച്ച് നമിറ പള്ളിയുടെ അടുത്ത് വെച്ച് നമുക്ക് കേൾക്കുവാൻ കഴിയുക. നിർബന്ധ നമസ്കാരങ്ങളല്ലാതെ അവയുടെ മുമ്പോ പിമ്പോ ഇടയിലോ യാതൊരുവിധ സുന്നത്ത് നമസ്കാരങ്ങളും ഇവിടെ വെച്ച് നമസ്കരിക്കേണ്ടതില്ല. കാരണം പ്രവാചകൻ അങ്ങനെ നിർവഹിച്ചതായി നമുക്ക് ഹദീസുകളിലോ മറ്റോ കാണാൻ കഴിയുന്നില്ല. നമിറ പള്ളിയിലേക്കോ നമിറ പള്ളിയുടെ സമീപ സ്ഥലത്തേക്കോ പോകാൻ കഴിയാത്ത ആളുകൾ അവരവരുടെ ടെൻറ്റുകളിലോ മറ്റോ നമസ്കാരം നിർവഹിക്കണം. ളുഹറും അസറും ജമ്മും ഖസ്റുമായി ളുഹറിന് മുമ്പ് ബാങ്ക് വിളിച്ച് ഇഖാമത്ത് കൊടുത്ത് 2 റക്അത്ത് നമസ്കരിക്കുക. അസർ 2 റക്അത്ത് ഖസ്റായി നമസ്കരിക്കുന്നതിന് മുമ്പ് ഇഖാമത്ത് മാത്രം കൊടുക്കുക. എന്നിട്ട് അസറും നിസ്കരിക്കുക. അങ്ങനെ ളുഹറും അസറും ജമ്മും ഖസ്റുമായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ടെൻറ്റിൽ സൗകര്യപ്രദമായ രൂപത്തിൽ അവിടെ നിന്ന് നമസ്കരിക്കാം. അറഫയുടെ പരിധിയിൽ എവിടെ വെച്ചും നമസ്കരിക്കാവുന്നതാണ്. അറഫയിലെ ടെൻറ്റിൻ്റെ പ്രത്യേകത 500-600 ആളുകൾക്കൊക്കെ ഒരേ സമയം ഇരിക്കുവാൻ പാകത്തിലുള്ള ടെൻറ്റുകളാണ് ക്രമീകരിച്ചിട്ടുണ്ടാവുക. ടെൻറ്റിൽ കഴിയുക എന്നുള്ളതല്ല കൂടുതൽ പ്രാധാന്യമുള്ളത്. ടെൻറ്റിന് പുറത്തിറങ്ങി പരമാവധി കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ് പുണ്യമുള്ളത് വേണ്ടതാണ്. സൂര്യാസ്തമയം വരെ അറഫയിൽ കഴിച്ചു കൂട്ടണം. ഇതിനിടക്ക് ഖിബ്ലയെ അഭിമുഖീകരിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും പ്രാർത്ഥിക്കുകയും ഹദീസുകളിൽ വന്ന അറിയാവുന്ന ഏതെല്ലാം ദിക്ർ, ഹംദ്, തക്ബീർ, തഹ്ലീൽ, അള്ളാഹുവിനെ സ്മരിക്കുന്ന, അവനെ സ്തുതിക്കുന്ന, അവൻ്റെ മഹത്വങ്ങൾ വാഴ്ത്തുന്ന വചനങ്ങൾ ഉണ്ടോ അതെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുക. പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായത് അറഫാ ദിനത്തിലേതാണെന്ന് ഹദീസിൽ പ്രത്യേകം നമുക്ക് കാണാൻ കഴിയും. ഹാജിമാർ കഴിച്ചുകൂട്ടാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തിൻ്റെ അതിർത്തിക്കുള്ളിലാണോ താൻ ഇരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അറഫ പരിധിക്കുള്ളിലാണ് താൻ നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പകൽ സമയത്ത് അറഫയിലെത്താൻ കഴിയാത്ത ആൾ ദുൽഹിജ്ജ 10 പ്രഭാതോദയത്തിന് മുമ്പായി അല്പസമയമെങ്കിലും അറഫയിൽ കഴിച്ചുകൂട്ടിയാൽ അയാളുടെ ഹജ്ജ് സാധുവാകുമെന്ന് ഒരു ഹദീസിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നു. ഈ സമയപരിധിക്കുള്ളിലും
അറഫയിൽ ഹാജരാകാത്തവന് ഹജ്ജ് തന്നെയില്ല. കാരണം അറഫയിൽ നിൽക്കുക എന്നത് ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളിലൊന്നാകുന്നു, പ്രധാന ഘടകങ്ങളിലൊന്നാകുന്നു. മറ്റൊന്ന്, അറഫയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എത്തിപ്പെടാൻ കഴിയുകയാണെങ്കിൽ ജബലുർ റഹ്മയുടെ താഴ്ഭാഗത്ത് അറഫ താഴ്വരയിൽ പരമാവധി നിന്ന് ഇരു കൈകളും ഖിബിലക്ക് നേരെ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പരമാവധി സമയം നമ്മൾ കണ്ടെത്തണം. സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചു കഴിഞ്ഞാൽ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പുറപ്പെടാം. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പുറപ്പെടുന്നത് നമുക്ക് തീരുമാനിച്ചുറപ്പിച്ചു വച്ചിരിക്കുന്ന വാഹനത്തിലായിരിക്കും. പ്രത്യേക തിരക്കും പ്രത്യേകമായിട്ടുള്ള അസൗകര്യങ്ങളും ആ സമയത്തുണ്ടാവുക സ്വാഭാവികമാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നിശ്ചയിക്കപ്പെട്ട വാഹനങ്ങളിലോ അല്ലെങ്കിൽ നടന്നുകൊണ്ടോ പുറപ്പെടുകയാണ് ചെയ്യേണ്ടത്. ശാരീരിക അവശതകൾ അലട്ടാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് നടന്ന് പോവുകയാണ്. ശാന്തമായി ആ സമയത്തും തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാവണം നമ്മുടെ യാത്ര. അവിടെ എത്തിയാൽ മഗ്രിബ് 3-ഉം ഇശാ 2 റക്അത്തുകൾ ഒരേ സമയത്ത് ഒരുമിച്ചും ചുരുക്കിയും, അതായത് ജമ്മും കസ്റുമായി നമസ്കരിക്കണം. അതായത് മഗ്രിബും ഇശാവും ജമ്മും കസ്റുമായി നമസ്കരിക്കുന്നതിന് മുമ്പ് ബാങ്ക് കൊടുത്ത് ശേഷം ഇഖാമത്ത് കൊടുത്ത് മഗ്രിബ് നമസ്കരിക്കുക. വീണ്ടും ഇശാ 2ആയി കസ്റായി നിസ്കരിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പായി ഇഖാമത്ത് മാത്രം കൊടുക്കുകയും ചെയ്യുക. ഈ രാത്രി നമസ്കാരം, പ്രാർത്ഥന, ദിക്ർ തുടങ്ങിയവ കൊണ്ട് സജീവമാക്കാതെ കിടന്നുറങ്ങുന്നതാണ് നബിചര്യ. അവിടെ മുസ്ദലിഫയിലുള്ള പ്രസിദ്ധമായ പള്ളിയാണ് മസ്ജിദു മഷ്അറുൽ ഹറാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടൊപ്പം അറഫയിൽ സമ്മേളിച്ച് സൂര്യാസ്തമയം കഴിഞ്ഞ് പ്രവാചകനും സഹാബത്തും വന്ന് തമ്പടിച്ച സ്ഥലത്താണ് ആ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, മസ്ജിദു മഷ്അറുൽ ഹറാം. അതിൻ്റെ സമീപത്താണ് ലക്ഷക്കണക്കായ ഹാജിമാർ ദുൽഹിജ്ജ 9-ന് രാപ്പാർക്കുന്നത്. അവിടെ നിന്ന് കുപ്പിയിലോ കവറിലോ കല്ലുകൾ ശേഖരിക്കാവുന്നതാണ്. പയറുമണിയോളം വലിപ്പത്തിലുള്ള കല്ലുകളാണ് ജംറയിൽ എറിയുന്നതിന് വേണ്ടി കുപ്പികളിലോ നമ്മുടെ കയ്യിലുള്ള കവറുകളിലോ മറ്റോ ശേഖരിച്ച് വെക്കേണ്ടത്. ദുൽഹിജ്ജ 10-ന് ഫജ്ർ നമസ്കാരം നിർവഹിക്കേണ്ടത് മുസ്ദലിഫയിൽ വെച്ചിട്ടാണ്. പ്രഭാത നമസ്കാരം സ്വലാത്തുൽ ഫജ്ർ നിർവഹിച്ച ശേഷം സൂര്യോദയത്തോട് അടുത്തുവരെ മഷ്അറുൽ ഹറാമിൽ പ്രാർത്ഥനകളും ദിക്റുകളുമായി കഴിച്ചു കൂട്ടുകയാണ് ചെയ്യേണ്ടത്. സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ദുർബലരും സ്ത്രീകളും ശാരീരിക അംഗപരിമിതരും ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന ആളുകൾക്കും മുസ്ദലിഫ വിട്ടുപോകാവുന്നതാണ്. സൂര്യോദയത്തോടടുത്ത് മുസ്ദലിഫയിൽ നിന്ന് തൽബിയത്ത് ചൊല്ലി മിനയിലേക്ക് പുറപ്പെടണം. മിനയിലേക്ക് പോകുന്നത് നടന്നുകൊണ്ടാണ് ഏറ്റവും നല്ലത്. ഹാജിമാർ ദുൽഹിജ്ജ 10-ാം ദിവസത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിനത്തിന് യൗമുൻ നഹർ എന്ന് പറയുന്നു. മിനയിലെത്തിയ ഹാജി പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ജംറത്തുൽ അഖബയിൽ 7 പ്രാവശ്യം കല്ലെറിയുക. മക്കയോട് കൂടുതൽ അടുത്തതാണ് ഈ ജംറ. ഓരോ ഏറിനും അല്ലാഹു അക്ബർ എന്ന് പറയണം. കടലമണിയേക്കാൾ അല്പം വലിപ്പമുള്ള കല്ലുകൾ മാത്രമേ എറിയാൻ എടുക്കാവൂ. പ്രസ്തുത കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് നാം ശേഖരിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സൗകര്യപ്പെട്ട സ്ഥലത്ത് നിന്ന് കല്ലെടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. എറിയുമ്പോൾ മിനായെ വലതുഭാഗത്തും മിനാ ടെൻറ്റുകളെ വലതുഭാഗത്തും മക്കയെ ഇടതുഭാഗത്തുമാക്കിയിട്ടാണ് എറിയേണ്ടത്. ആദ്യത്തെ ഏറോടുകൂടി ഇഹ്റാമിൻ്റെ സമയത്ത് തുടങ്ങിയ തൽബിയത്ത് നിർത്തേണ്ടതാണ്. അവസാനത്തെ ഏറോടുകൂടിയാണ്ട് നിർത്തേണ്ടത് എന്ന മറ്റൊരഭിപ്രായവും കാണാൻ കഴിയും. മുസ്ദലിഫയിൽ നിന്ന് പാതിരാവ് കഴിഞ്ഞ ശേഷം ദുർബലരും സ്ത്രീകളുമെല്ലാം നേരത്തെ തന്നെ മിനയിലെത്തിയിട്ടുണ്ടാകും. എന്നാലും കല്ലേറ് സൂര്യോദയത്തിന് ശേഷമേ നടത്താവൂ. തിരക്ക് മൂലമോ മറ്റെന്തെങ്കിലും പ്രയാസം മൂലമോ രാവിലെ എറിയാത്തവർക്ക് രാത്രിയാകുന്നതുവരെ എറിയാവുന്നതാണ്. ഇനി ദുൽഹിജ്ജ 10-ന് നാം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ബലിയറുക്കലാണ്. ഈ അറവ് മുതമത്തിയായോ കാരിനായോ ഹജ്ജിൻ്റെ രീതി തിരഞ്ഞെടുത്തവർക്ക് നിർബന്ധമാണ്. ബലിയറുക്കുക എന്നുള്ളത്
മുത്തമത്വയായോ ഖാരിനായോ ഹജ്ജിൻ്റെ രീതി തിരഞ്ഞെടുത്തവർക്ക് നിർബന്ധമാണ്. മാംസം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ സ്വന്തമായി ഭക്ഷിക്കുന്നതും പുണ്യകരമാണ്. മിനയിൽ എവിടെ വെച്ചറുത്താലും മതി. ദുൽഹിജ്ജ 10, 11, 12, 13 തീയതികളിൽ എപ്പോൾ വേണമെങ്കിലും അറവ് നടത്താവുന്നതാണ്. ഒട്ടകം, മാട് എന്നിവയിൽ 7 വരെ വ്യക്തികൾക്ക് പങ്കുചേരുവാനും കഴിയും. അറവിൻ്റെ സമയത്ത് അറുക്കുവാൻ സ്വന്തമായി കഴിഞ്ഞാൽ ആ സമയത്ത് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഇന്ന ഹാദാ മിൻക വലക അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് അറുക്കേണ്ടത്. ബലി സാധിക്കുമെങ്കിൽ സ്വന്തം കൈകൊണ്ടായിരിക്കൽ നന്ന്, ഇല്ലെങ്കിൽ പകരം മറ്റാരെയെങ്കിലും ഏൽപ്പിക്കാം. ഇന്ന് അറവ് ഉത്തരവാദിത്തത്തോടെ സൗദി ഭരണകൂടം ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് ബലിമൃഗത്തിൻ്റെ വില ഹാജി മിനയിൽ സൗകര്യപ്പെടുന്ന ഒരു സ്ഥലത്ത് ബാങ്കിൽ നിക്ഷേപിക്കുകയോ കൗണ്ടറിൽ അടക്കുകയോ ആണ് ചെയ്യേണ്ടത്. മൂന്നാമതായി ആ ദിവസത്തിൽ ചെയ്യേണ്ട കാര്യം തലമുണ്ടനം അല്ലെങ്കിൽ നീളം ചുരുക്കൽ. മുടി പൂർണ്ണമായും കളയലാണ് പുരുഷൻ ഉത്തമം. സ്ത്രീ ഒരു വിരൽ നീളത്തിൽ മുടിയുടെ അറ്റം മുറിക്കുകയാണ് വേണ്ടത്. ജംറയിലുള്ള ഏറും തലമുണ്ടനം ചെയ്യലും കഴിഞ്ഞാൽ ഹാജിക്ക് ഇഹ്റാം മുഖേന വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധമല്ലാത്തതെല്ലാം അനുവദനീയമാകും. ഇതിനാണ് 1-ാം തഹല്ലുൽ എന്ന് പറയുന്നത്. പിന്നീട് സാധിക്കുമെങ്കിൽ അന്നേ ദിവസം തന്നെ മക്കയിലേക്ക് പുറപ്പെടണം. അവിടെ എത്തി കഅബ മന്ദിരത്തെ 7 പ്രാവശ്യം തവാഫ് ചെയ്യണം.